ഡോക്ടർ കിരൺ വിശ്വനാഥൻ വെള്ളം സിനിമയിൽ നമ്മുടെ സിദ്ദിഖ് ജയസൂര്യയുടെ മുരളി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് പറയുന്ന പോലെ എന്താ പറയുക, ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന പോലെ ഇൻസൾട്ടിൽ നിന്നും ഒരുപാട് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ, ഡോക്ടറേറ്റ് വരെ സ്വന്തമാക്കിയ കിരൺ വിശ്വനാഥൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് രുദ്രാക്ഷങ്ങളെ കുറിച്ചുള്ള റിസർച്ച്. എന്തായിരുന്നു ആദ്യം ജോബ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു മുൻപ്? ഞാൻ ആദ്യം നമ്മുടെ കലൂർ തന്നെയായിരുന്നു, ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് രാജിവെച്ച് കുറച്ച് നാൾ ഗ്യാപ്പ് വന്നിരുന്നു, ജോലിയുടെ ഗ്യാപ്പ്. അപ്പോഴാണ് സമയത്താണ് ഈ രുദ്രാക്ഷത്തിലേക്ക് തിരിഞ്ഞത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിന് നടയെ വെച്ചിട്ടാണ് എനിക്ക് ഇതിൻ്റെ ഒരു കളക്ഷനോടുള്ളൊരു താല്പര്യം വന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ അവിടെ നിന്ന് കുറച്ച് രുദ്രാക്ഷം കളക്ട് ചെയ്തു. അതുപോലെ തന്നെ ഒന്നേ തുടങ്ങിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ രുദ്രാക്ഷം കളക്ട് ചെയ്യാൻ പല പല സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ അവിടെയുള്ളവർ തരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സൈഡിൽ നിന്നും പല എന്താ പറയുക ട്രോളുകളും കളിയാക്കലുകളും എല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് പോകുന്നത്, ഒരു പർപ്പസ് ഇല്ലാതെ ജീവിതം പോകുന്നു, വെറുതെ കളക്ട് ചെയ്ത് വെക്കുന്നു. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒരു സ്മൈൽ മാത്രം കൊടുത്തുള്ളൂ. പിന്നെ ഗ്രാജുവലി ഞാൻ എൻ്റെ നെക്സ്റ്റ് ജോബ് ജോയിൻ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഈ കളക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ജോലിയുടെ ഒപ്പം തന്നെ രുദ്രാക്ഷങ്ങളും കൊണ്ടുപോയി. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ റിസർച്ചിലേക്ക് ഞാൻ തിരിഞ്ഞു. എലിയോസ് കാർപ്പസ്, അതാണ് രുദ്രാക്ഷത്തിൻ്റെ നെയിം. അപ്പോൾ ശോഭിത് യൂണിവേഴ്സിറ്റി മീററ്റിലാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത്. സോ അവർക്ക് അത്യാവശ്യം നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് രുദ്രാക്ഷങ്ങളെ കുറിച്ച് അവർക്കറിയാം. സോ അവിടെ ഇപ്പോൾ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്, രുദ്രാക്ഷത്തിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രോൾ ചെയ്ത ആൾക്കാർ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് ലെവലിൽ കിടന്നിരുന്ന ഒരു വ്യക്തി ടോപ്പ് ലെവലിലെത്തിയപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പൊസിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബേസിക്കലി നമ്മൾ കേട്ടിട്ടുള്ളത് ഏകമുഖം മുതൽ പഞ്ചമുഖം വരെയാണ് രുദ്രാക്ഷങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ളത്. അതെ അതെ അതെ. പക്ഷേ രുദ്രാക്ഷങ്ങൾ ശരിക്കും എത്ര ഇനങ്ങളുണ്ട്? ഒരു മുഖം മുതൽ 32 മുഖം വരെയാണ് രുദ്രാക്ഷങ്ങൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നേപ്പാളിൽ. നമ്മുടെ ഇന്ത്യയിൽ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ഒരു മുഖം മുതൽ 14 മുഖം വരെയാണ്. അതെന്താണെന്ന് വെച്ചാൽ നേപ്പാൾ ഹൈ ആൾട്ടിറ്റ്യൂഡാണ് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ അവിടെ മുഖങ്ങൾ കുറച്ചധികം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 32 മുഖം വരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് രുദ്രാക്ഷങ്ങളുടെ മുഖത്തിൽ വ്യത്യാസം വരും. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ നേപ്പാൾ ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ കുറച്ചും കൂടി ചൂട് ക്ലൈമറ്റാണ്. സോ ഇവിടെ തന്നെ ഈ രുദ്രാക്ഷ മരങ്ങൾ വളരുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു അത്യപൂർവ കാഴ്ചയാണ്. സോ ആ ഒരു ലിമിറ്റഡ് ഏരിയയിലാണ് ഞാനൊരു 600ഓളം മരങ്ങൾ സ്പോട്ട് ചെയ്തത്. എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. തൃശ്ശൂർ രുദ്രാക്ഷ എന്നാണ് ചാനലിൻ്റെ പേര്. സോ അതിലാണ് ഏഷ്യ ബുക്ക്, ഇന്ത്യ ബുക്ക് എനിക്ക് ലഭിച്ചത്. അതായത് ഏറ്റവും കൂടുതൽ രുദ്രാക്ഷങ്ങളുടെ വീഡിയോ ഇട്ട വ്യക്തി എന്ന ഒരു റെക്കോർഡ്. ഇപ്പം കൈവശം എത്ര രുദ്രാക്ഷങ്ങൾ ഉണ്ടാവും? ഇപ്പം എൻ്റെ കൈവശം 1 മുഖം മുതൽ 14 മുഖം വരെയുണ്ട്. അതിൽ തന്നെ ഗണേഷ് മുഖിയുണ്ട്, പിന്നെ നന്ദി രുദ്രാക്ഷം, നാഗരുദ്രാക്ഷം, അങ്ങനെ പല പല രുദ്രാക്ഷങ്ങളുണ്ട്. ഗൗരി ശങ്കരം, പല റെയർ ബീഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ശിവഭഗവാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ്. അത് പലപ്പോഴും എന്താ പറയുക, മഹാദേവന്റെ ക്ഷേത്രത്തിന്റെ നടകളിലാണ് കൂടുതലും രുദ്രാക്ഷമാലകൾ, അങ്ങനെയുള്ള മാലകളുടെ ഒക്കെ കച്ചവടം നടക്കുന്നത്. അതിൽ തന്നെ ഈ ലഭിക്കുന്ന രുദ്രാക്ഷങ്ങളെല്ലാം ഒറിജിനൽ ആയിരിക്കും? ഇല്ല, കാരണം എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ അമ്പലനടയിൽ തന്നെ എന്നെ കുറേ ഫേക്ക് രുദ്രാക്ഷം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവർ 14 മുഖമാണെന്ന് പറഞ്ഞ് തന്നത്. ഒരു 2 കൊല്ലം കഴിഞ്ഞതിനെ കുറിച്ച് എനിക്ക് അറിവ് ലഭിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതെല്ലാം കാർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബ്ലേഡ് കൊണ്ട്. ഈ 10 മുഖമൊക്കെ അവർ വരഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു മുഖം ഭദ്രാക്ഷം എന്ന് പറഞ്ഞൊരു ചന്ദ്രക്കല ഷേപ്പിൽ രുദ്രാക്ഷം ഉണ്ട്. അത് നിങ്ങൾ എപ്പോൾ നോക്കിയാലും കാണാൻ പറ്റും. അമ്പലത്തിന് മുന്നിൽ അവർ വിൽക്കുന്നുണ്ട്. 100-150 രൂപയ്ക്കാണ് അവർ സെയിൽ ചെയ്യണത്. അത് പ്ലാസ്റ്റിക്കാണ്. അതറിയാതെ പല ഫേമസ് അമ്പലത്തിൻ്റെ തിരുമേനിമാർ ധരിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് പോയി പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ മടി. കാരണം ഞാൻ സയൻറ്റിഫിക്കലി തെളിയിച്ചതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിവരമുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലാത്തവർ ഇപ്പോഴും ധരിച്ച് നടക്കുന്നുണ്ട്. ശരിക്കും ഒരു ഒറിജിനൽ രുദ്രാക്ഷത്തിന് അതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏകമുഖി, അതുപോലെ തന്നെ ഗണേഷ് മുഖി, നന്ദിമുഖി, ഇങ്ങനെ കുറേ ഗരുഡമുഖി, ഇങ്ങനെ കുറേ രുദ്രാക്ഷങ്ങളെ കുറിച്ച് കിരൺ പറഞ്ഞതായിട്ട് ഞാൻ ചാനലിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം കിരൺ പറഞ്ഞാൽ അത് ഗരുഡമുഖിയാണ് ചാനലിൽ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഇത്തരം രുദ്രാക്ഷങ്ങൾക്ക് എത്ര ക്യാഷ് വരെ വരും? ഐ മീൻ മാർക്കറ്റിൽ എത്ര വരെ ലഭിക്കുന്നതാണ് ഒറിജിനലിന്? ആക്ച്വലി 1 ലാഖിന് അബവ് വരുന്നുണ്ട് ഈ ഒരു മുഖത്തിന്. 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ വില കൊടുത്ത് വാങ്ങിയവരുണ്ട്. പക്ഷേ ഈ ഒരു മുഖം എന്ന് പറഞ്ഞ രുദ്രാക്ഷം ഇല്ല. ആക്ച്വലി അത് വ്യതിയാനം സംഭവിച്ചതാണ്. അത് നമുക്ക് തിരിച്ചറിയാനുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഒരു ലാബ് ടെസ്റ്റ് ചെയ്താൽ കറക്റ്റ് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ തന്നെ എനിക്കൊരു മുഖം എൻ്റെ ഒരു കൂട്ടുകാരൻ നേപ്പാളിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത്
തൃശ്ശൂർ ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ 5 സീഡ് ഉണ്ട്. ഉം, ഉം. 5 മുഖമാണത്. പക്ഷേ ഔട്ടറിലേക്ക് 1 ലൈനാണ് വന്നിരിക്കുന്നത്. സോ അത് അവർ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ രൂപയ്ക്കാണ് അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ സ്കാം നടക്കുന്നത്. കേരളത്തിലും ഉണ്ട്. പക്ഷെ അവരുടെ പേര് വെളിപ്പെടുത്താൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. അവരും ഇപ്പോൾ ഈ സ്കാം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അതിപ്പോൾ തുടരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മുഖം ഏകമുഖം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സീഡിന്റെ എണ്ണമാണ്. അതെ അതെ. ഈ നമ്മൾ ഈ വെട്ട് പോലെ കാണുന്നതെല്ലാം സീഡ് ഇരിക്കുന്ന ഷെല്ലുകളാണ്. ഇപ്പൊ ഈ രുദ്രാക്ഷം ശരിക്കും ഒരു ഷെല്ലാണല്ലേ? ഷെല്ലാണ്. അതൊരു കൊക്കൂൺ പോലെയാണ്. അതിൻ്റെ അകത്ത് കമ്പോണൻസ് ആണ്. ഇപ്പോൾ 5 ഷെല്ലുള്ളതാണ് 5 മുഖം. പുറമെ ഔട്ടറിൽ 5 വരകൾ വന്ന 5 മുഖം. അത് 1 ലൈൻ കൂടി 6 വരെ ആകുമ്പോൾ 6 മുഖം. മുരുകനാണ് ഗോഡ്. 7 മുഖം ആകുമ്പോൾ സരസ്വതി. അങ്ങനെ നമ്മൾ തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഇതിപ്പോ പറഞ്ഞപ്പോഴും ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഓരോ മുഖങ്ങളായിട്ട് ഏതൊക്കെ ദേവന്മാരാണ് അതെ വരുന്നത് അതെ. അത് 1 മുഖം ആകുമ്പോൾ സാക്ഷാൽ ഭഗവാനാണ്, മഹാദേവൻ. മഹാദേവൻ 1 മുഖം. 2 മുഖം ആകുമ്പോൾ അത് ശിവപാർവതി, ശിവപാർവതി സങ്കല്പത്തിലേക്ക് ശിവപാർവതി സങ്കല്പത്തിൽ. 3 മുഖം ആകുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വര മൂർത്തി സങ്കല്പം. അതെ. 4 മുഖം ആകുമ്പോൾ ബ്രഹ്മാവ്, 4 നാൻമുഖൻ. അതെ. 5 മുഖം ആകുമ്പോൾ കാലാഗ്നി രുദ്രൻ, ഭഗവാൻ ശിവൻ. 6 മുഖം ആകുമ്പോൾ നമ്മുടെ മുരുകൻ. 7 മുഖം സരസ്വതി. 8 അങ്ങനെ 14 മുഖം വരെ അത് തരം ഓരോ തിരിച്ചു. ദേവ, അതായത് നമ്മളിപ്പം ആരെ വിശ്വസിക്കുന്നു, ആരെ ആരാധിക്കുന്നു, അവർക്കനുസരിച്ചിട്ട് നമുക്ക് രുദ്രാക്ഷങ്ങൾ ഇടണം. അതെ. ഞാൻ ഒരു കടുത്ത മഹാദേവ ഭക്തനാണ്. അപ്പൊ ഞാൻ ധരിക്കേണ്ടത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകമുഖമാണ്. ഏകമുഖം കിട്ടാൻ ലഭ്യതയില്ല, ഏകമുഖം ഇല്ല. അത് എന്തായാലും അത് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. 5 മുഖം ധരിച്ചാൽ മതി. പഞ്ചമുഖി ധരിച്ചാൽ 5 മുഖം ധരിച്ചാൽ മതി. അത് എല്ലാ അമ്പലത്തിന്റെ നടക്കിലും മരമുണ്ട്, താഴെ വീണ് കിടക്കുന്നുണ്ടാവും. ഇത്ര അധികം പൈസ കൊടുത്ത് ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങണ്ട. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്കാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രുദ്രാക്ഷത്തിന്റെ പേരിലാണ്. ആ പല വ്യക്തികളെ എനിക്കറിയാം, പക്ഷെ അത് തുറന്നു പറയാൻ പേടിയാണ്. പലരും ഇപ്പോൾ ഇത് കഴിയുമ്പോൾ കമന്റിൽ വരുമായിരിക്കും. ഞാൻ അവരായിട്ട് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തോളാം. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം കിരൺ സാറിന്റെ കയ്യിൽ ഇത്രയും രുദ്രാക്ഷങ്ങൾ ഇരിക്കും. അതെ 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 അതെ. ഇതില് എനിക്ക് കണ്ടപ്പോഴും മറ്റുള്ള രീതിയിലും എല്ലാം ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഗരുഡമുഖിയാണ്. ആ ഗരുഡമുഖി ഒന്ന് കാണിച്ചതിനെക്കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയും. ഇതാണ് ആക്ച്വലി ഗരുഡമുഖി എന്ന് പറയുന്നത്. ഇത് രുദ്രാക്ഷമല്ല, ഭദ്രാക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഗരുഡമുഖി. ഇതിന് ഗരുഡന്റെ കൊക്കുകൾ പോലെ ഒരു ഭാഗമുണ്ട്. ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിലും ഒരു കഴുകൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. ഇതിനെ സ്വർണം കെട്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഇതിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ എത്ര സീഡ്സ് ആണുള്ളത്? ഈ 3 സീഡ്സോ? 3 സീഡ്സ്. ആനയുടെ മസ്തകം പോലെ. അതെ അതെ അതെ. ഇതിപ്പോ 2 മസ്തകം ഉള്ളതുകൊണ്ട് നന്ദി രുദ്രാക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നന്ദി രുദ്രാക്ഷമാണ്. അതെ അതെ അതെ. അത് റയർ ബീഡാണ്. റയർ ആണ്. ഇതും സാറിന് ആരെങ്കിലും മാലയിൽ യൂസ് ചെയ്യുന്നതാണോ? ഉണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് വെറൈറ്റി പോലെ ധരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഒരു മുഖം അരിമണിയുടെ അത്രേ ഉള്ളൂ. ഇന്തോനേഷ്യൻ ബീഡാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഒരു മുഖ രുദ്രാക്ഷം. ഇതെന്തായാലും പ്രേക്ഷകർക്ക് കാണിക്കുവാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രുദ്രാക്ഷമാണിത്. നമ്മൾ ഈ പൊന്നിയരി, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പൊന്നിയരിയുടെ വലിപ്പമേ ഉള്ളൂ. ഇത് എത്ര മുഖം ഉണ്ടാവും? അത് 1 മുഖം. ഗരുഡമുഖ രുദ്രാക്ഷം അതല്ലാതെ നമ്മൾ കഴിക്കുന്ന ചില സാധനങ്ങളും രുദ്രാക്ഷത്തിന്റെ ഇനത്തിൽ പെട്ടതാണെന്ന് സാറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ കാരക്ക, അമ്പഴങ്ങ, ഇതൊക്കെ ഈ രുദ്രാക്ഷത്തിന്റെ ബ്രീഡിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടലാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കൂ. അത് ശരിക്കും പറഞ്ഞാൽ അത് ആർക്കും അറിയില്ല. അത് സയന്റിഫിക് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ചെയ്താൽ കറക്റ്റ് അതിൻ്റെ പേര് നമുക്ക് അറിയാൻ പറ്റും. എലിയോസ്കാർപ്പസ് വിഭാഗത്തിൽപ്പെട്ടതാണ് അമ്പഴങ്ങ, കാരക്ക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിൻ അന്വേഷിച്ച് പോയപ്പോൾ ശ്രീലങ്കയാണ് കാരക്കയുടെ ഒറിജിൻ. ഇന്ദ്രാക്ഷം എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അവിടെ പല അമ്പലത്തിൻ്റെ മുറ്റത്തും ഇന്ദ്രാക്ഷം മരം എന്ന് പറഞ്ഞ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിവിടെ സ്പോട്ട് ചെയ്ത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ മുറ്റത്തും രുദ്രാക്ഷം എന്ന് പറഞ്ഞ് മരം നട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കാരക്ക എന്ന് പറഞ്ഞാൽ അവർ ഉപ്പിലിട്ട് വെച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി അവർക്കത് കാണിച്ചു കൊടുക്കും. അത് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഓം, ശിവലിംഗം എല്ലാം കണ്ടിട്ടുണ്ട്. സോ അവർക്ക് ഞാൻ അവയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ വഴിയോര കടകളിലൊക്കെ ഉപ്പിലിട്ട് വയ്ക്കുന്ന കാരക്കയാണ് ഈ സാധനം. പക്ഷെ ഇത് രുദ്രാക്ഷത്തിന് അനത്തി വരുന്നതാണ്. നല്ല തൊണ്ടുകെട്ടിയുണ്ട്. ഇതിങ്ങനെ കട്ടിയാക്കി എടുക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ കടുകെണ്ണയിൽ ഇട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ എള്ളെണ്ണയിൽ. എത്ര നാള്? 1 മാസം ഇട്ടാൽ മതി. അബ്സോർബ് ചെയ്ത് അത് കുറച്ച് ഹാർഡായിട്ടിരിക്കും. ഇതിന് എണ്ണയുടെ ഒരു ഗന്ധമുണ്ട്. ഞാൻ എൻ്റെ ക്യാമറമാനൊന്ന് സ്മെല്ലിയായിട്ട് കൊടുക്കുകയാണ്.
അത് മാത്രമല്ല പിന്നെ ഇപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് പോലെ നമുക്ക് ധരിക്കാം. ഹെലിയോസ്കാർപ്പസ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ബീഡുകളിലും ഓം കാണാൻ സാധിക്കും. ഭഗവാനായിട്ട് അടുത്തിരിക്കുന്നതുകൊണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അപ്പം ഞാൻ റിസർച്ച് ചെയ്തു, ലാബ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കതിൽ ഓം കാണാൻ സാധിക്കും. ഞാൻ ചോദിക്കുന്ന അതാണ്, അതായത് നമുക്കറിയാം ഈ ദൈവിക സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസമാണെന്നും അതെല്ലാം തന്നെ പണ്ട് കാലത്ത് എഴുതി വെച്ചിട്ടുള്ള വിശ്വാസങ്ങളാണെന്നും ഒക്കെ പറയുമ്പോൾ ഒരു സസ്യത്തിന്റെ കവറിൽ അല്ലെങ്കിൽ ഒരു സസ്യത്തിന്റെ സീഡിൽ ഓംകാരം വരുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി ഇന്നത്തെ അവിശ്വാസികൾ പറയാം അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്, കൊത്തിവെച്ചതാണ് എന്നൊക്കെ പറയാം. ഇത് വ്യക്തമായും തന്നെ ഒരു ഓമാണോ? അത് വ്യക്തമായി ഓം കറക്റ്റ് അതിൽ ആ സീഡിനക പുറത്തുണ്ട്. അത് നമ്മൾ ആ തൊലി ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് നമ്മൾ മാറ്റുമ്പോൾ ചില രുദ്രാക്ഷങ്ങളിൽ നമുക്ക് കറക്റ്റ് അത് കാണാൻ സാധിക്കും. ഓം, ശിവലിംഗം, തൃശൂലം എല്ലാം സാധിക്കും. അത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അവിശ്വാസികൾ പറയുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്, നിങ്ങൾ നിങ്ങളുടെ മതത്തിനെ സപ്പോർട്ട് ചെയ്യാണ്, പുഷ് ചെയ്ത് വരാം. അപ്പം ഞാൻ പറഞ്ഞു ശരി. ഞാൻ ഇതേപോലത്തെ ഒരു അവിശ്വാസിനെ വിളിച്ചു, അമ്പലത്തിൽ നട കൊണ്ടുപോയി ഒരു രുദ്രാക്ഷത്തിൻ്റെ കായ എടുത്തു, ക്ലീൻ ചെയ്ത് അപ്പം തന്നെ കാണിച്ചു കൊടുത്തു, നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതിൽ ഓം കണ്ടു. ഇതിൽ കൂടുതൽ തെളിവ് നമുക്ക് എന്താ പറയാൻ സാധിക്കുക? നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണതല്ല, ആ മരത്തിൽ നിന്ന് വീണു, അതിൽ നിന്ന് കിട്ടിയപ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി ഓം കാണാൻ സാധിച്ചു. ഞാൻ ഈ രുദ്രാക്ഷം ഇങ്ങനല്ലാതെ രുദ്രാക്ഷ മരങ്ങളോ അല്ലെങ്കിൽ രുദ്രാക്ഷത്തിൻ്റെ ഈ പഴങ്ങൾ അങ്ങനെ തന്നെ പറയണം, പഴങ്ങളോ കണ്ടിട്ടില്ല. ശരിക്കും ഇതിന് ഈ പഴത്തിന് ഷേപ്പ് എന്താണ് വരിക? ഷേപ്പ് നെല്ലിക്ക ഷേപ്പിലിരിക്കുക, കറക്റ്റ് നെല്ലിക്ക. അതൊരു നീല കളറാകുമ്പോഴാണ് പഴുത്ത് വീഴുക നിലത്ത്, അല്ലെങ്കിൽ അത് ഗ്രീൻ ആയിരിക്കും. നീല കളറാകുമ്പോൾ പഴുത്ത് നിലത്ത് വീഴുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ അത് പീൽ ഓഫ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ നാൽപ്പാമര വെള്ളത്തിൽ കഷായത്തിലിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം കടുകെണ്ണയിൽ ഇട്ട് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് ധരിക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി അതിന് ബലം കിട്ടും, സ്ട്രോങ് ആയിട്ടിരിക്കും, പൊട്ടിപ്പോവുകയില്ല. ഇതാണ് അതിൻ്റെ പ്രോസസ്സിങ്. ഈ രുദ്രാക്ഷം ധരിക്കുന്നതുകൊണ്ടുള്ള ദൈവികമായ വശങ്ങളെ കുറിച്ചൊന്ന് പറയൂ. ദൈവികമായ വശങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഭഗവാനോട് കുറച്ചും കൂടി അടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഉള്ളിലെ ഭക്തി, അതുപോലെ നമുക്കൊരു മാനസിക സംതൃപ്തി, ക്ഷമ, കുറച്ചും കൂടി അമ്പലമായിട്ട് നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഇടുന്നതിന് മുന്നേ തന്നെ എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ഒരു ദിശ തെറ്റിയ ബാധയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ രാവിലെ എണീക്കുക, ഒരു ഇതിലേക്ക് പോവുക, കറക്റ്റ് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എണ്ണയിട്ട യന്ത്രം പോലെ. അതെ, ഒരു ഇങ്ങനെ എണീക്കുന്നു പോകുന്നു. അപ്പോൾ 2015 എൻ്റെ ജീവിതം ജസ്റ്റ് ഒന്ന് തിരിഞ്ഞത്. ഒരു ബീഡി ഞാൻ കഴുത്തിലിട്ടപ്പോൾ നമുക്കൊരു ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. സ്പിരിച്വൽ ആയാലും സയൻറ്റിഫിക് ആയാലും നമുക്കൊരു ഫോക്കസ് കിട്ടും എന്ത് കാര്യത്തിലായാലും. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്യാനുള്ളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് പവർ അല്ലെങ്കിൽ ദൈവികമായ ഒരു ഇത് ആ വിത്തിലുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് ഒരു പ്രാവശ്യം ഇടുമ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെടാൻ സാധിക്കും. ഒറിജിനൽ രുദ്രാക്ഷം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ തേടി വരുമെന്നാണ് കിരൺ പറയുന്നത്. അതെ അതെ, നമ്മുടെ കുറച്ചും കൂടി നമുക്ക് ഒരു കൺട്രോൾഡ് ആവും. നമ്മൾ കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലേക്ക് വരും. നമ്മൾ സ്പിരിച്വലി ആയാലും നമ്മുടെ ഭദ്രത നമ്മൾ നോക്കുക, നമ്മുടെ സാമ്പത്തിക ഭദ്രത, നമ്മുടെ കുടുംബം. സോ നമ്മൾ ആ ചട്ടക്കൂടിലേക്ക് വന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ സാധിക്കും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് ഒരു ബീഡ് ഇട്ടാൽ മതി. അപ്പം ഈ യഥാർത്ഥ രുദ്രാക്ഷങ്ങൾ ആവശ്യക്കാർ തേടി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ ഈ രുദ്രാക്ഷ ചാനൽ തുടങ്ങിയത് നമ്മുടെ ചുറ്റുവട്ടത്ത് കുറച്ച് രുദ്രാക്ഷം സെയിൽ ചെയ്യണ ആൾക്കാരുണ്ട്. കാരണം അവർ 5 മുഖമൊക്കെ 500-600 രൂപയ്ക്കാണ് അവർ സെയിൽ ചെയ്യണത്. അപ്പോൾ അവരോടുകൂടിയുള്ള എൻ്റെ ഒരു വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ മരങ്ങൾ സ്പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും നിങ്ങളുടെ വീട് എവിടെയാണ് ചോദിക്കും. അപ്പോൾ തൊട്ടടുത്ത് അമ്പലങ്ങളോ മരങ്ങളുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങണ്ട, ജസ്റ്റ് അവിടെ പോകും, ആ മരത്തിൻ്റെ ഇടയിൽ വീണ് കിടക്കുന്നുണ്ടാവും, പോയി എടുത്തോളാൻ പറയും. അങ്ങനെ പോയി കിട്ടുന്നവർക്ക് 5 മുഖം കിട്ടിയിട്ടുണ്ട്, 6 മുഖം ഗണേഷ് മുഖിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഓൺലൈനിൽ കുറേ ആൾക്കാർ പറ്റിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർ മാക്സിമം അവരുടെ കയ്യിൽ രുദ്രാക്ഷങ്ങൾ ഇപ്പോൾ ഒരു 5 മുഖം എന്ന് പറയുന്നത് ഒരു 20-30 റുപ്പീസേ ഉള്ളൂ. പക്ഷേ ഇവരത് 500-600 രൂപയ്ക്കാണ് സെയിൽ ചെയ്യണത്. സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല. സോ അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, മരങ്ങൾ എവിടേക്കാണ് ഉള്ളത്. സോ നിങ്ങൾക്കത് പോയി എടുക്കാം, ഫ്രീ ആയിട്ട് എടുക്കാം. ഞാൻ പറയുന്നത് യഥാർത്ഥ രുദ്രാക്ഷങ്ങൾ കൊണ്ട് ഒരു സാധാരണ 50 ആണല്ലോ മുത്തുകളുടെ കണക്ക് വരുന്നത്. അതെ അതെ അതെ, 50 മുത്തുകളാണ്. 50 മുത്തുകൾ കോർത്ത ഒരു രുദ്രാക്ഷമാല ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എത്ര ചെലവ് വരും? അത് 50 അല്ല, ആക്ച്വലി 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ 9ന്റെ 9, 18, 27, 54, 108, 54 ആണല്ലേ. സോ ഇങ്ങനെയാണ് കാറ്റഗറി ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് വെള്ളിയിൽ കെട്ടാം, സ്വർണത്തിൽ കെട്ടാം. അത് ഈ ആവശ്യക്കാരുടെ
അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഒരു നൂലിൽ കോർത്തിടുകയാണ് നല്ലത്. കാരണം ഇപ്പോൾ സ്വർണം കെട്ടിച്ചാലും വെള്ളി കെട്ടിച്ചാലും എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാപ്പ് ടൈറ്റായിട്ടിരിക്കുമ്പോൾ അത് ദ്രവിച്ച് പോകണം രുദ്രാക്ഷം. അത് ഊരുമ്പോൾ ആ ഭാഗം ദ്രവിച്ചിരിക്കുന്നത് കാണാം. അപ്പം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് വരികയാണ്. ഇതറിയാത്തതുകൊണ്ടാണ് പലരും പറയുന്നത് അത് സ്വർണത്തിൽ കെട്ടിക്കണം, ചെമ്പിൽ കെട്ടിക്കണം, വെള്ളിയിൽ കെട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരവരുടെ പ്രൊഡക്റ്റായിട്ടാണ് അവർ സെയിൽ ചെയ്യണത്. സോ അതിന് ഞാൻ എതിരാണ്. ഒരു ചരടിൽ കോർത്തിട്ടാൽ മതി. കാരണം ഒരു അഴുക്ക് വന്നിരുന്നാലും നമുക്ക് നെഗറ്റീവ് വരും, ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. സാധാ ഒരു ചരടിൽ നമ്മളത് കോർത്തിട്ടാൽ അത്രയും അതിപ്പോൾ കുളിക്കുന്ന സമയത്ത് ശരീരത്തുണ്ടെങ്കിൽ ക്ലീൻ ആയിക്കോളും. പിന്നെ ഇവർ ഈ ഓൺലൈൻ മീഡിയാസിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ചിലവാക്കണമെങ്കിൽ ഈ പവിത്രമായ രുദ്രാക്ഷം ഉപയോഗിക്കാതെ നിങ്ങൾ നിങ്ങളുടെ വഴി തേടൂ. ഈ പ്രൊമോട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ അവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ആൾക്കാർ ഇത് കണ്ട് വാങ്ങും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നെഗറ്റീവ് വരും. പിന്നെ അവർ പല സ്ഥലത്ത് പോയി നോക്കിക്കുമ്പോഴാണ് ഇത് കാണാൻ സാധിക്കുന്നത്. സാധാ ഒരു ചരടിൽ പുറത്തിട്ടാൽ മതി. അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. കിരൺ, ഞാനൊരു ഡൗട്ടും കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു സ്കാം കൂടെ നടക്കുന്നുണ്ട്. അതായത് കരിങ്ങാലിമാല. അതെ. വെള്ളി കെട്ടിയ കരിങ്ങാലിമാല എന്ന് പറഞ്ഞ ഒരുപാട് കമ്പനികളുണ്ട്. ഈ പറയുന്നത് ഞാനും അതിൽ വഞ്ചിതനായിരുന്നു. ഞാനൊരു ഓൺലൈൻ കമ്പനിയിൽ നിന്ന് അവര് ഈ പറയുന്ന എന്താ പറയുക, ഒരു നമ്മുടെ കരിങ്ങാലി തന്നെ, കരിങ്ങാലിമാലയുടെ കൂടെ തന്നെ ഈ മുരുകന്റെ ലോക്കറ്റ് പെൻഡന്റ്, അത് അലോയ് സ്റ്റീലിലാണെന്നും പറഞ്ഞിട്ട് അതുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഗോൾഡ് അല്ലാത്ത ഈ പറയുന്ന എക്യുപ്മെന്റ്സ് എന്ത് ശരീരത്തിട്ട് കഴിഞ്ഞാൽ, എന്ത് മെറ്റൽ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാലും ചൊറിയുന്ന ഒരു പ്രശ്നം. അല്ലെങ്കിൽ വെള്ളി കറുത്തു പോവും. ഈ ഇരുമ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ശരീരം ചൊറിയും. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ മാല എന്ന് പറയുന്ന അലോയ് മെറ്റലാണ്. അപ്പം അത് എനിക്ക് പ്രശ്നമില്ല, ശരീരത്തിന് പ്രശ്നമില്ല. അപ്പം ഞാൻ അങ്ങനെ നോക്കി മേടിച്ചു. ഇവരെനിക്ക് ഈ സാധനം എത്തിച്ചു തന്നു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ശരീരത്തിൽ കിടന്നിട്ട് ഇതങ്ങ് തുരുമ്പായി. അത് അലോയ് അല്ല മെറ്റല്, അത് തുരുമ്പായി. അതുപോലെ തന്നെ എനിക്ക് അപ്പോഴും സംശയം, എബോണി വുഡ്സ് എന്നാണ് ഈ സാധനത്തെ അറിയപ്പെടുന്നത്. ഈ നമ്മൾ വെള്ളം കുടിക്കുന്ന കരിങ്ങാലി തന്നെയാണ് എബോണി വുഡ്സ് എന്ന് പറയുന്നത്? അല്ല, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത് കരിങ്ങാലി ഫസ്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മരത്തിൽ നിന്നാണ് ഈ കരിങ്ങാലി ഉണ്ടാക്കുന്നത്. അത് വീണ് കിടക്കുന്ന കരിങ്ങാലി മരം അവർ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്, മോൾഡ് ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് മരങ്ങൾ കുറവായിരുന്നു. ഇപ്പം ഈ കരിങ്ങാലിയുടെ ഡിമാൻഡ് സാധിക്കുന്നതുകൊണ്ട് അവർ കാട്ടിക്കയറി മരങ്ങൾ നശിപ്പിച്ചിട്ടാണ് കരിങ്ങാലി മാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മരം നശിപ്പിക്കുമ്പോൾ തന്നെ അതിനെ നെഗറ്റീവ് ഓട്ടോമാറ്റിക്കലി ആ മാലയിലേക്ക് വരികയാണ്. രുദ്രാക്ഷം എന്താണെന്ന് വെച്ചാൽ മരത്തിൽ നിന്ന് വീണ് കിട്ടുന്ന ഒരു ബീഡാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. കരിങ്കാലി ആവാൻ വേണ്ടി മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ടാണ് അവർ കരിങ്കാലി ഉണ്ടാക്കുന്നത്. സോ അതാണ് വ്യത്യാസം. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു വെട്ടി നശിപ്പിച്ച മരത്തിൻ്റെ മുത്തുകൾ നിങ്ങൾ ധരിക്കുമ്പോൾ അതിന് നെഗറ്റീവ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും. അപ്പം ഞാൻ പറയുന്നത്, കരിങ്കാലി ഇപ്പം അത്യാവശ്യം കിട്ടാനില്ല. അതിന് പകരം നിങ്ങൾ എന്തെങ്കിലും ഒരു തുളസിമാലയോ അല്ലെങ്കിൽ രുദ്രാക്ഷമാല ധരിച്ചാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ കരിങ്ങാലി എന്ന് പറഞ്ഞു വരുന്ന എല്ലാ തടികളും കരിങ്ങാലിയാണോ? അല്ല, അത് ഞാൻ ഒരു നോർത്ത് ഇന്ത്യയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം അത് നിർമ്മിക്കുന്നത് കാണിച്ചു തന്നു. ലൈക്ക് എന്തോ ഒരു ലിക്വിഡിലാണ് അവർ ഡിപ്പ് ചെയ്തിട്ട് അവർ പെയിൻറ് ചെയ്യണത്. കരിങ്കാലി പോലെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി ഡിപ്പ് ചെയ്ത് ബ്ലാക്കിഷ് ആയിട്ടാണ് അവർ അയച്ചു തരുന്നത്. കരിങ്കാലി ഇപ്പം അവൈലബിൾ അല്ല, കിട്ടാൻ പാടാണ്. ഈ കരിങ്കാലി എന്ന് പറയുന്ന ഇനം ഞാൻ ചോദിക്കാം, നമ്മൾ വെള്ളം കുടിക്കുന്ന കരിങ്കാലി അല്ല, അത് വ്യത്യാസമുണ്ട്. ഈ കരിങ്ങാലിക്ക് സംഭവം എന്താണ്? കരിങ്ങാലി ശരിക്കും എന്താണ്? അതൊരു മരമാണ്. അത് കറക്റ്റ് ഞാൻ സ്പോട്ട് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ മേഖല രുദ്രാക്ഷ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടെ സഞ്ചരിക്കേണ്ടി വരുമോ? കാരണം ഇത്രയും സ്കാം, ഇത് രുദ്രാക്ഷത്തിന്റെ സ്കാമിങ്ങാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിരണിനെ ഇന്ന് ഈ പറഞ്ഞ രുദ്രാക്ഷ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ സ്കാം ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒന്നങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് കരിങ്കാലിയിലേക്ക്. അപ്പൊ ഇനി അതും കൂടി ഞാൻ കണ്ടുപിടിക്കാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര അധികം ദുർലഭമായ കരിങ്കാലി മരങ്ങൾ ഉള്ളപ്പോഴും ഇത്ര അധികം എങ്ങനെ മാർക്കറ്റിലേക്ക് വരുന്നതെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇനി ഞാൻ ചോദിക്കുന്നത്, കിരൺ, വിശ്വാസങ്ങളെ കച്ചവടം ചെയ്യുന്ന പറഞ്ഞ ഭയങ്കര ഒരു പാപമാണ്. കാരണം വിശ്വാസങ്ങളെ ഒരിക്കലും കച്ചവടം ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, നമ്മളൊരു കരിങ്ങാലിമാലയാണെങ്കിലും ഒരു രുദ്രാക്ഷമാണെങ്കിലും ഒരു തുളസിമാലയാണെങ്കിലും ഇടുന്നതിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗോഡുമായി അല്ലെങ്കിൽ നമ്മുടെ ദൈവവുമായിട്ട് ഒരു കണക്ഷൻ കൂടുതൽ കിട്ടാനായിട്ടാണ്. അതിൽ തിരികെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം, ഒരു ഭക്തി, അതിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ മായം കലർത്തുക എന്ന് പറയുന്നത് ശരിക്കും തെറ്റല്ലേ? തെറ്റാണ്. ഞാൻ പറയാറുണ്ട്, ഇപ്പം നമ്മളൊരു മാല നമ്മുടെ കഴുത്തിൽ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മനസ്സംതൃപ്തി, നമ്മുടെ ഒരു സമാധാനം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ധരിക്കുമ്പോഴാണ് അവരത് മുതലെടുക്കും. അപ്പോൾ അവരെന്തെങ്കിലും അതിൽ ഗോൾഡ് ആഡ് ചെയ്യും അല്ലെങ്കിൽ സിൽവർ ആഡ് ചെയ്തിട്ട് പറയുകയാണ് ഇത് ധരിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഭക്തന്മാർ
അതിലേക്ക് തിരിഞ്ഞ് അത് ചതിയിൽ പെടുകയാണ്. അപ്പം ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾക്ക് മനസമാധാനമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സാധാ മാല നിങ്ങൾ നോക്കി നിങ്ങൾ ധരിക്കും, അത് അവരുടെ വലയിൽ വീഴാതിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രുദ്രാക്ഷങ്ങൾ തേടിയുള്ള യാത്ര കിരൺ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ ഇത്രയും നേരം ഞങ്ങൾ കിരൺ എന്ന് വിളിച്ച് സംസാരിച്ചെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ സൗഹൃദത്തിന് ഏകദേശം 8-9 വർഷത്തെ പഴക്കമുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് കിരൺ വരുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒപ്പമാണ്. പിന്നീട് ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാറി. അതിനുശേഷം നമുക്കിടയിൽ ഒരു വലിയ ഗ്യാപ്പ് വന്നല്ലേ, ഒരു 4-4.5 വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു. അതിനിടയിൽ കിരൺ തന്റെ ജോലികളൊക്കെ ഉപേക്ഷിച്ച് രുദ്രാക്ഷത്തിന്റെ ലോകത്തേക്ക് പോയി. രുദ്രാക്ഷത്തിന്റെ ലോകത്ത് ഡോക്ടറേറ്റ് നേടി, ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് വരേക്കും സ്വന്തമാക്കി. അതിനുശേഷം ഞങ്ങള് ഇത് ശരിക്കും പറഞ്ഞ ഒരു റീയൂണിയൻ ആണ്. അതെ, ഞാൻ ഇന്ന് ഇവിടെ വന്നു പെട്ടെന്ന് ആകെ ഷോക്കായി. കാരണം നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 10 കൊല്ലത്തിന് അടുത്തായിട്ടുണ്ട്. വലിയൊരു ഗ്യാപ്പാണത്. അതെ, അതൊരു ശരിക്കും പറഞ്ഞ അതൊരു റീയൂണിയൻ ആണ്. അപ്പോൾ ഇതൊരു നിമിത്തമാവട്ടെ. കാരണം ഇത്തരം വ്യാജ എന്താ പറയുക, വ്യാജ വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ പറയണം. ഈ രുദ്രാക്ഷത്തിന്റെ പേരിൽ നടക്കുന്ന കുറെ വ്യാജ തട്ടിപ്പുകൾ, അതുപോലെ തന്നെ ഈ രുദ്രാക്ഷത്തിന് വേണ്ടി പണം മുടക്കി പണം നഷ്ടപ്പെട്ടവർ, അടുത്തതായി കരിങ്ങാലിമാലയ്ക്ക് വേണ്ടി പണം മുടക്കിയവർ, ഇതെല്ലാം തന്നെ കിരണിലൂടെ തുടച്ചു മാറ്റപ്പെടട്ടെ. വിശ്വാസം കിരണിലൂടെ പുലരട്ടെ. നന്ദി, സന്തോഷം.